എടാ മോനെ, അപ്പോൾ നമുക്ക് രംഗൻ ചേട്ടനെ ഒന്ന് വരക്കാം. ആവേശം എന്ന പിക്ചറിൽ നമുക്ക് രംഗൻ ചേട്ടനെ എങ്ങനെ ഔട്ട്ലൈൻ ഇടാം എന്ന ട്യൂട്ടോറിയലാണ് നമുക്കിവിടെ ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമായി റെഫറൻസ് പിക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഡ്രോയിങ് ഗ്രിഡ് മാർക്ക് എന്ന ആപ്പ് വഴി നമ്മളിവിടെ സെലക്ട് ചെയ്ത പിക്ചർ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നു. അപ്ലോഡ് ചെയ്ത ശേഷം ഞാനിവിടെ 2 സെൻറ്റിമീറ്ററിൻ്റെ എന്ന രീതിയിൽ നമ്മളിവിടെ സ്കെയിൽ വെച്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെയിം ആയിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നമ്മൾ 2 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. 2, 4, 6, 8, 10, 12 അങ്ങനെ നമ്മൾ ലാസ്റ്റ് വരെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. 2 സെൻറ്റിമീറ്ററിൻ്റെ 2, 4, 6 അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. മാർക്ക് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മളിവിടെ ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വെർട്ടിക്കൽ ലൈൻ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഹൊറിസോണലായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കേണ്ടതുണ്ട്. നമ്മൾ ഫസ്റ്റ് നമ്മൾ ലൈൻ എവിടെയാണോ വേണ്ടത് 2 സെൻറ്റിമീറ്റർ നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 2 മാർക്കിങ്ങും നമ്മൾ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മൾ ഇവിടെ സ്കെയിൽ വെച്ചിട്ട് ഞാനിവിടെ ഓരോ ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെപ്പോഴും ലൈൻ വരയ്ക്കുമ്പോൾ അധികം പ്രസ് ചെയ്ത് വരക്കാൻ പറ്റില്ല. നമ്മൾ ലൈറ്റായിട്ട് വേണം നമ്മൾ സ്ക്വയർസ് ഇടാൻ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡ്രോയിങ് ട്യൂട്ടോറിയൽ ആയതുകൊണ്ട് നമ്മുടെ കുറച്ച് ഡാർക്കായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മെക്കാനിക്കൽ 2B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 1, 2, 3, 4ാമത്തെ സ്ക്വയറിലാണ് നമ്മുടെ ഹെയറിൻ്റെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ 4ാമത്തെ സ്ക്വയറിൽ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. റെഫറൻസ് പിക്ചറിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണോ ഏതൊക്കെ സ്ക്വയറിലൂടെ കടന്നു പോകുന്നു അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ഷെയ്ഡിങ്സ് ആണോ അതോ കളർ പെൻസിൽ ഡ്രോയിങ് ആണോ അതോ പെൻസിൽ ഡ്രോയിങ് ആണോ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി റബ്ബർ വെച്ചിട്ട് മായ്ക്കാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് ചെയ്യുക. പക്ഷേ ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് ഡാർക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഡാർക്കായിട്ട് വരക്കുന്നത്. ഇല്ലെങ്കിൽ ക്യാമറയിൽ കുറച്ച് ക്ലിയർ ആയിട്ട് കാണില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ അങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചെവിയുടെ ഭാഗത്ത് കിടക്കുകയാണ്. ചെവി എങ്ങനെയൊക്കെയാണോ പോയിട്ടുള്ളത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുന്നു. ഏതൊക്കെ സ്ക്വയറോടെ പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് പതുക്കെ സാവധാനത്തിൽ ഞാനിവിടെ വരച്ചെടുക്കുന്നു. പിന്നെ താടി ഭാഗത്തിൻ്റെ ഏതൊക്കെ പോർഷൻസാണ് പോകുന്നത്, എത്രയൊക്കെ ഡാർക്ക്നെസ് ഏരിയ ഉണ്ട് അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഞാനിവിടെ ഔട്ട്ലൈൻ കറക്റ്റായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നു. സ്ക്വയർ നമ്മളെപ്പോഴും ജഡ്ജ് ചെയ്യുക. ഒരു സ്ക്വയർ നമ്മൾ ഡിവൈഡ് ചെയ്യുക പകുതിയായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുക. ഇനി നമുക്ക് കണ്ണാടിയുടെ ഗ്ലാസിൻ്റെ നമുക്ക് ഭാഗത്ത് കിടക്കാം. അപ്പോൾ ഗ്ലാസ് നമ്മൾ നോക്കുക ഏതൊക്കെ സ്ക്വയറാണ് പോകുന്നത്. ഞാനിവിടെ എൻ്റെ റൈറ്റ് സൈഡിലുണ്ട് റെഫറൻസ് പിക്ക്, അത് നമ്മൾ നോക്കുക. അപ്പോൾ ആ സ്ക്വയറിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് ആ ഗ്ലാസിൻ്റെ ഭാഗം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും കുറച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുന്നു. പിന്നെ ആ ലൈറ്റ്നെസ് വൈറ്റ് പോർഷൻ ഞാനിവിടെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലെ ഗ്ലാസ് ഏതൊക്കെ സ്ക്വയറാണോ പോകുന്നത്, എത്ര ഭാഗത്തൂടെ കടന്നു പോകുന്നു അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ നമ്മളെ ഗ്ലാസിൻ്റെ ഭാഗം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് മൂക്കിൽ കിടക്കാം. അപ്പോൾ മൂക്കിൻ്റെ ഭാഗം ആ ഗ്രിഡിൻ്റെ ഏതൊക്കെ പോർഷൻസാണോ വരുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ഇവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു കവിളിൻ്റെ കുറച്ച് ഭാഗം, പിന്നെ മീശയുടെ ഭാഗം ഏതൊക്കെ ഗ്രിഡിലൂടെയാണ് കടന്നു പോകുന്നത് കറക്റ്റായിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ രൂപേണ ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മീശയുടെ ഭാഗം അതുപോലെ തന്നെ പിന്നെ ചുണ്ടിൻ്റെ ഭാഗത്ത് കിടക്കുകയാണ്. ചുണ്ടിൻ്റെ ഭാഗം ഏതൊക്കെ ഗ്രിഡിലൂടെയാണ് പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് സാവധാനത്തിൽ വരച്ചെടുക്കുക. പിന്നെ പല്ലിൻ്റെ ഭാഗം മെയിനായിട്ട് നമ്മൾ നോക്കുക. ഒരു സ്ക്വയറിനെ നമ്മൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം മാത്രം നമ്മളിവിടെ ഔട്ട്ലൈൻ വരച്ചെടുക്കുക. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗം എത്രയാണോ വരുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് വളരെ സാവധാനത്തിൽ നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കോളറിൻ്റെ ഭാഗം അതുപോലെ തന്നെ ആ ഷർട്ടിൻ്റെ ഭാഗം അത് ഏതൊക്കെ ഗ്രിഡിലൂടെയാണ് പോകുന്നത് അത് നമ്മൾ നോക്കി പതുക്കെ ഇവിടെ വരച്ചെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഷർട്ടിൻ്റെ ചുളിവൊക്കെ ഞാനിവിടെ വരച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ ഈടാ മോനെ, അപ്പോൾ നമുക്ക് കൈയുടെ ഭാഗത്തേക്ക് കിടക്കാം, രംഗണിൻ്റെ കൈയിൻ്റെ ഭാഗത്തേക്ക് കിടക്കാം. അപ്പോൾ കൈയിൻ്റെ ഷർട്ടിൻ്റെ പിന്നെ കൈയുടെ ഫുൾ കൈ ഷർട്ടും പിന്നെ അതുപോലെ തന്നെ കൈയിൻ്റെ മുകൾ വശത്ത് അങ്ങനെ കൂപ്പിയിട്ടുള്ളൊരു ആംഗിളാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ആ മോതിരൊക്കെ ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ കൈയുടെ വിരൽ ഏതൊക്കെ ഗ്രിഡിലൂടെയാണ് കടന്നു പോകുന്നത് അത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഒരു ഹാൻഡ് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കൈയിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത കൈയിൻ്റെ ആ മോതിരമൊക്കെ ഞാനിവിടെ വരച്ചെടുക്കുന്നു. പിന്നെ അതുപോലെ തന്നെ താഴെ ഒരു വാച്ചൊക്കെ വരുന്നുണ്ട്. ആ വാച്ചിൻ്റെ ഒരു ഷേപ്പ് ഞാനിവിടെ ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ആ വാച്ചൊക്കെ ജസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ ആ ഷർട്ടിൻ്റെ ആ ഫുൾ കൈ ഷർട്ടും പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗത്തെ ആ കീശയൊക്കെ ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ടുള്ള ഭാഗമൊക്കെ ഞാനിവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഗ്രിഡ് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വരച്ചെടുക്കുന്നു. പിന്നെ ബട്ടൺസൊക്കെ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴുത്തിൻ്റെ ഭാഗത്തുള്ള ആ മാലയുടെ ഭാഗത്ത് കിടക്കാം. അപ്പോൾ മാല എങ്ങനെയാണോ പോകുന്നത് നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുന്നു. സ്ക്വയർ നമ്മളെപ്പോഴും എണ്ണുക, ഏതൊക്കെ സ്ക്വയറിലൂടെയാണോ കടന്നു പോകുന്നത്. നമ്മൾ ഓരോ സ്ക്വയർ വരക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമുക്ക് ആ സ്ക്വയർ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് വേണം മാത്രം നമ്മൾ വരക്കാൻ, ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ആ മാലയൊക്കെ ഞാനിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പിക്ക് ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഗ്രിഡ് നമുക്ക് ഏകദേശം ഗ്രിഡ് ഡ്രോയിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ ഞാൻ അടുത്ത ഡ്രോയിങ് വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.